തെരുവിലെ സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, പോലീസിന്റെ ക്രൂരത. ആ ഇരുണ്ടക്കാലത്തെ പേടിയോടെ അല്ല, ആവേശത്തോടെയാണ് രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. 1975 ജൂൺ മാസം 25-ാം തീയതിയാണ് ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലോക സംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 14-ലാണ് കേരളത്തിൽ മുട്ടുക്കും സമരപരിപാടികൾ തുടങ്ങിയത്. പക്ഷേ നമ്മളെ മാനന്തവാടിയിൽ നവംബർ 17-ാം തീയതി ബുധനാഴ്ചയായിരുന്നു സമരം ചെയ്തത്. എൻ്റെ നേതൃത്വത്തിൽ 13 പേരാണ് എൻ്റെ കൂടെ സമരത്തിന് വന്നത്. അതിൽ വളരെ ചെറുപ്രായം മുതൽ വളരെയധികം പ്രായമുള്ള അവരടക്കം അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ മാനന്തവാടി വാളാട് തവിഞ്ഞാൽ ഭാഗത്തുനിന്നുള്ള ഒരു പ്രായമുള്ള ഒരു സന്യാസിയും അതേമാതിരി ശബരിമലയ്ക്ക് മാലയിട്ട ഒരു പ്രായം കുറഞ്ഞ ഒരാൾ നമ്മളെ എരന്നള്ളൂർ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ EK ഗോപി, വാഴക്കണ്ടി രഘുവീരൻ, വാഴക്കണ്ടി മോഹനൻ തുടങ്ങിയ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 13 പേരാണ് വയനാടിൻ്റെ മാനന്തവാടി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എൻ്റെ ബാച്ചിലുണ്ടായിരുന്നത്. 24 വയസ്സുള്ളപ്പോഴാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ രാജേന്ദ്ര പ്രസാദ് തെരുവിലിറങ്ങിയത്. നവംബർ 17-ന് മാനന്തവാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 2 മാസക്കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. ലാത്തികൊണ്ട് അടിവാങ്ങി. പലരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ആ കാലത്ത് KG മാരാർ വീട്ടിലെത്തി ഒളിവിൽ കഴിഞ്ഞതും രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നു. 16 ബാച്ചുകളിലായി 141 പേരാണ് സമരമുഖത്തിറങ്ങിയത്. പോലീസിന്റെ ക്രൂരപീഡനം ഏറ്റവരിൽ പലരും ഇന്ന് അവശരാണ്. വയനാട് ജില്ലയിലെ ആകെ 16 ബാച്ചാണ് ഒട്ടാകെ പങ്കെടുത്തത്. അതിൽ 141 പേരാണ് ആ സമര പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ 31 പേരോളം മരണപ്പെടുകയാണ് ചെയ്തത്. അങ്ങോട്ടൊക്കെ പല ബാച്ചിലും നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാച്ചിലൊക്കെ പറഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ER വിജയകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടിയിലുള്ള ഒരു പോലീസ്, അയാളുടെ പേര് പപ്പനെന്ന് പറയും അങ്ങോട്ടേക്ക്. ഏതായാലും ആ പോലീസ് ചൂരൽ വെടി ഉപയോഗിച്ച് കഷ്ണമാവുന്നവരെ അടിച്ച് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒരു കച്ചവടക്കായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമരത്തിൽ പങ്കെടുത്തവരിൽ പലരും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണമെന്നും അടിയന്തരാവസ്ഥയെ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്നുമാണ് രാജേന്ദ്ര പ്രസാദിന്റെ അപേക്ഷ. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.